സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധിക ഉടനെ തന്നെ വരുണിനെ ഫോണിൽ വിളിക്കുവാണ്. ഈ സമയം രാധികയുടെ കോൾ കണ്ട് വരുൺ വേഗം തന്നെ കോൾ അറ്റൻഡ് ചെയ്യുക. രാധിക സംസാരിച്ച് തുടങ്ങുന്നത് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു പ്രശ്നമുള്ള പോലെ വരുണിന് തോന്നുവാണ് കേട്ടോ. വരുൺ ചോദിക്കണേ, എന്താ പറ്റിയത്? എന്താ തൻ്റെ ശബ്ദത്തിനൊരു വ്യത്യാസം? അച്ഛനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? അന്നേരം രാധിക ചോദിക്കണേ, വരുൺ പ്രിയ അവിടെ ഉണ്ടോ? എടോ താനിപ്പോൾ വിളിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. അന്നേരം രാധിക പറയണേ, വരുൺ എന്നെ കുറച്ച് മുമ്പ് ഉദയമേനൂർ സ്റ്റേഷനിൽ SI വിളിച്ചിരുന്നു. അവിടെ അടുത്തിവിടെയുള്ളൊരു ആളൊഴിഞ്ഞ ഗോഡൗണിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ കത്തിക്കറിഞ്ഞ മൃതദേഹം കിട്ടിയെന്ന്. ആ ബോഡിക്കടുത്തുള്ള ഡയറിയിൽ നിന്നും നമ്മുടെ രണ്ടുപേരുടെയും പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ആ പോലീസുകാരൻ പറഞ്ഞത് നമ്മളോട് രണ്ടുപേരോടും ഉടനെ തന്നെ വന്ന് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കെന്തോ അത് കേട്ടപ്പോൾ തൊട്ട് ആകെ ഒരു ഭയം പോലെ വരും. അന്നേരം വരുൺ ചോദിക്കണേ, അല്ല അതെങ്ങനെയാ ആ ബോഡിക്കരിയിലുള്ള ഡയറിയിൽ നിന്ന് നമ്മുടെ പേര് കിട്ടുന്നത്? എനിക്കറിയില്ല വരുൺ. അന്നേരം വരുൺ രാധിക ആശ്വസിപ്പിക്കുന്നുണ്ട്, താ സമാധാനമായിട്ടിരിക്കുക. ഇതുപോലെ എന്തെങ്കിലും ചെറിയ കാര്യത്തിന് പോലീസുകാർക്ക് ഓരോ സംശയങ്ങളൊക്കെ ആണല്ലോ, അത് ക്ലാരിഫൈ ചെയ്യാനായിരിക്കും അവർ വിളിച്ചത്, അല്ലാതെ മറ്റൊന്നിനും ആയിരിക്കില്ല. താനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഞാനിവിടെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫീസിൻ്റെ അടുത്താണ് ഉള്ളത്. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. താൻ ഒന്നും ടെൻഷൻ ആവണ്ട. താനെ അവിടെ തന്നെ നിൽക്കുക, ഞാൻ ഉടനെ അങ്ങോട്ടേക്ക് എത്താം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകാം. അങ്ങനെ പറഞ്ഞ വരുൺ കോളൊക്കെ കട്ട് ചെയ്ത് അവിടെ നിന്നും പുറപ്പെടാൻ നിൽക്കുവാണ്. ഈ സമയം ഇതെല്ലാം കേട്ടോടെ മറഞ്ഞു നിൽക്കുമായിരിക്കും ചന്ദ്രശേഖരനും ഉർവശിയുമൊക്കെ. ഈ സമയം ഉർവശി ചന്ദ്രശേഖരനോട് ചോദിക്കണേ, വരുൺ എങ്ങോട്ടായിരിക്കും പോയത്? പ്രിയങ്കയുടെ ബോഡി കിട്ടിക്കാണോ? ഇനി അവർ രണ്ടാളും കൂടി പ്രിയങ്കയുടെ ബോഡി തിരിച്ചറിയാൻ വല്ലതും പോയതായിരിക്കുമോ? മിക്കവാറും അതിന് തന്നെ ആയിരിക്കും. അല്ല, പ്രിയങ്ക മരിച്ചു എന്നുള്ള കാര്യം ഉറപ്പല്ലേ? പിന്നല്ലാതെ, അവൾ എൻ്റെ മുമ്പിൽ വെച്ചല്ലേ കത്തിച്ചാമ്പലായി ചാരമായി മാറിയത്. ഇനിയിപ്പോൾ എൻ്റെ ചന്ദ്രയുടെ അടുത്ത പ്ലാൻ ആദ്യം എന്താണെങ്കിലും ഇവിടുത്തെ കുട്ടികൾക്ക് പിന്നാലെ ഞാനും കൂടി ചെല്ലാം. നമ്മുടെ കുട്ടികളല്ലേ, അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റുമോ? പ്രിയങ്കയെ കൊന്ന കുറ്റത്തിൽ രാധികം വരുണയും എല്ലാത്തിനെയും കൂടി ഞാൻ ജയിലിലാക്കുന്നുണ്ട്. എല്ലാത്തിനെയും ഒരുമിച്ച് കൊടുക്കാനുള്ള പ്ലാനാണ് ഞാൻ തയ്യാറാക്കുന്നത്. എന്താണെങ്കിലും ഇനി അധികം താമസിയാതെ തന്നെ ഈ കണിമംഗലം മുഴുവൻ നമ്മുടെ കൈക്കുള്ളിലാകാൻ പോകുവാണ്. നീ അതിനുള്ള സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിക്കോ. എന്നാൽ ശരി, ഞാൻ പോയിട്ട് വേഗം വരാം എന്നും പറഞ്ഞ് ചന്ദ്രശേഖരൻ അവിടെ നിന്നും പോകുവാണ്. പിന്നീട് രാധിക നിൽക്കുന്ന സ്ഥലത്തേക്ക് വരുൺ എത്തുവാണ് കേട്ടോ. അങ്ങനെ വരുണിനെ കാണുന്നതും രാധിക ചോദിക്കണേ, വരുൺ പ്രിയങ്ക കണിമംഗലത്തുണ്ടോ? എന്നോട് സത്യം പറ, പ്രിയ കണിമംഗലത്തുണ്ടോ? ഞാൻ പലതവണ ഫോണിൽ വിളിച്ചു, അവൾ ഫോൺ എടുത്തില്ല. അന്നേരം വരുൺ പറയണേ, പ്രിയങ്കയെ കണിമംഗലത്ത് കാണുന്നില്ലായിരുന്നു. എടോ താൻ ടെൻഷൻ ആവാതിരിക്കുക, താൻ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. ഇല്ല വരുൺ, അവൾക്ക് എന്തോ ഒരു ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ മുതൽ എൻ്റെ മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു. എന്തോ ഒരു അപകടം അവൾക്ക് സംഭവിച്ചുള്ളതുപോലെ തോന്നിയതാ. ഇപ്പതാ ആ പോലീസുകാരനെ വിളിച്ചിരിക്കുന്നു. എൻ്റെ ഈശ്വര, എനിക്ക് വയ്യ, ആലോചിച്ചിട്ട് പേടിയാവുന്നു. കയ്യും കാലും തളർന്നു പോകുവാണ്. അന്നേരം രാധിക ആശ്വസിപ്പിക്കേണ്ട വരുൺ, ഇവിടെ താൻ ടെൻഷൻ ആവാതിരിക്കുക, ഇത് മറ്റെന്തെങ്കിലും ആയിരിക്കും. നമുക്ക് അവിടെ ചെന്ന് അന്വേഷിക്കാം. താൻ വന്ന് കാറി കയറ്, താൻ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞ് രാധിക ആശ്വസിപ്പിച്ച് വണ്ടി കയറ്റുവാണ്ടോ വരുൺ. ഇതേസമയം ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ആ പോലീസുകാരൻ ACPയോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒഴിഞ്ഞ സ്ഥലത്തുനിന്നായിരുന്നു, അധികം ആൾക്കാരൊന്നും താമസമുള്ള സ്ഥലമൊന്നും അല്ലത്. പിന്നെ ബോഡിയാണെങ്കിൽ ഇതുവരെ തിരിച്ചറിയാനും പറ്റിയിട്ടില്ല. പൂർണ്ണമായും കത്തിക്കരിച്ച നിലയിലായിരുന്നു. ബോഡീൻ്റെ അടുത്ത് നിന്ന് ഒരു ഡയറി കിട്ടിയിട്ടുണ്ട്. അതിൽ 2 പേരുടെ നമ്പർ ഉണ്ടായിരുന്നു. അവർ വിളിച്ച് കാര്യം അറിയിച്ചിട്ടുണ്ട്. ഇനി അവർ വന്ന് ബോഡി തിരിച്ചറിയാൻ പറ്റുമെന്ന് നോക്കണം. എന്നാൽ ശരി സാർ, അവർ വന്ന് ബോഡി തിരിച്ചറിഞ്ഞാൽ ഉടനെ ഞാൻ സാറിനെ വിളിക്കാം. അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയത്തായിരിക്കോട്ടെ വരുണിൻ്റെ അധികം അങ്ങോട്ടേക്ക് എത്തുന്നത്. നിങ്ങളാണല്ലേ രാധിക? ആ കത്തിക്കറിഞ്ഞ നിലയിൽ കിടന്നിരുന്ന ബോർഡിൻ്റെ അടുത്ത് നിന്നാണ് നിങ്ങളുടെ നമ്പർ കിട്ടിയത്. പിന്നെ മറ്റൊരു നമ്പറും ഉണ്ടായിരുന്നു. മിസ്റ്റർ വരുൺ. സാർ, ഞാനാണ് വരുൺ. എന്താണെങ്കിലും നിങ്ങൾ രണ്ടാളും ഒരു മോർച്ചറിയിൽ ബോഡി വെച്ചിട്ടുണ്ട്, ഒന്ന് കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കൂ. അങ്ങനെ പറഞ്ഞ് രാധിക വരുണിനെയും കുട്ടി മോർച്ചറിയിലേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം രാധികയ്ക്കാണെങ്കിൽ ബോഡി കാണാനുള്ള ഒരു മനക്കട്ടിയൊന്നുമില്ല. രാധികയാണെങ്കിൽ വല്ലാതെ കറങ്ങി തളർന്ന് നിൽക്കുവാണ്. അന്നേരം അവിടുത്തെ അറ്റൻഡർ വന്ന് ബോർഡ് തുറന്ന് ആ പുതപ്പ് മാറ്റുവാണ് കേട്ടോ. എന്നാൽ ആ ബോഡിയിലേക്ക് നോക്കാൻ പോലും 2 പേർക്കും പറ്റുന്നില്ല. വരുണും രാധിക അപ്പോൾ തന്നെ മുഖം തിരിച്ചു കളയാണ്. രാധികയാണെങ്കിൽ വരുണിനെ കെട്ടിപ്പിടിച്ച് കരയുവാണ് കേട്ടോ. വയ്യ, എനിക്ക് നോക്കാൻ വയ്യ, വരുൺ നമുക്കിവിടുന്ന് പോകാം എന്നും പറഞ്ഞ് വരുണിനെയും കൂട്ടി രാധിക പുറത്തേക്ക് പോകുവാണ്. ഈ സമയം SIയും പറയുവാണ്, ബോഡി തിരിച്ചറിയാൻ പറ്റുന്ന പാകത്തിലല്ല. എന്താണെങ്കിലും ബോഡിയുടെ അരികിൽ നിന്ന് കിട്ടിയ ബാഗ് സാധനങ്ങളുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടിട്ട് ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്ക്. അങ്ങനെ കോൺസ്റ്റബിളിനോട് ആ ബാഗൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറയുവാണ്. അങ്ങനെ അയാൾ വന്ന് ആ ബാഗ് രാധികയുടെ വരുണിനെ മുമ്പിൽ വെച്ച് തുറക്കുവാണ്. അതിൽ നിന്നും പ്രിയങ്കേൻ്റെ ഡ്രസ്സും ഒരു ചെറിയ ഡയറിയും എടുക്കുവാണ് കേട്ടോ. ഈ സമയം അസേ വരണേ, കുട്ടി ചെന്ന് നോക്കിക്കോളൂ. അന്നേരം വരുണും പറയുന്നുണ്ട്, രാധിക താൻ ചെന്ന് നോക്കും. അങ്ങനെ രാധിക ആ ഡ്രസ്സൊക്കെ നോക്കുമ്പോഴേക്കും അത് പ്രിയയുടെ ഡ്രസ്സാണെന്ന് രാധിക തിരിച്ചറിയുവാണ് കേട്ടോ. ഇത് എൻ്റെ പ്രിയയുടെ ഡ്രസ്സാണ് മോളെ എന്നും പറഞ്ഞ് രാധിക ആ ഡ്രസ്സ് ഇങ്ങനെ ചേർത്ത് പിടിച്ച് കരയുവാണ് കേട്ടോ. അതുകൊണ്ട് വരുണും ആകെ തകർന്ന് നിൽക്കുവാണ്.
ഈ സമയം വരുണിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് ആ ഡ്രസ്സ് ചേർത്ത് പിടിച്ച് വരുണിനെ കെട്ടിപ്പിടിച്ച് രാധയെ കരയുക. വരുൺ, ഇത് പ്രിയയുടെ ഡ്രസ്സാണ്, എൻ്റെ പ്രിയ എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് കേട്ടോ രാധിക. ഈ സമയം വരുണും രാധികയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രാധികയുടെ കുഴഞ്ഞു വീഴുവാണ് കേട്ടോ. ഈ സമയം വരുണും ആ പോലീസുകാരുടെ സഹായത്തോടെ രാധിക അകത്തേക്ക് കൊണ്ടുവന്ന് അവിടെ കിടത്തുവാണ്. വരുൺ പലതവണ രാധികയെ വിളിച്ചെണീപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വെള്ളമൊക്കെ മുഖത്തേക്ക് തളിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ രാധിക എണീക്കുന്നില്ല. അതുകൊണ്ട് വരുൺ വല്ലാതെ ടെൻഷനിൽ നിൽക്കുവാണ്. ഈ സമയം SI വരുണിനോട് പറയണേ, ആ കുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലായതിൻ്റെ ഷോക്ക് ഉണ്ടാകും. അല്ല അതിരിക്കട്ടെ, മരിച്ചത് ആരാണെന്ന് ആ കുട്ടിക്ക് മനസ്സിലായോ? ആരായിരുന്നു ആ പ്രിയ എന്ന് പറഞ്ഞ കുട്ടി? അത് രാധികയുടെ അനിയത്തിയാ, എൻ്റെ ഭാര്യയാണ്. ഓ അങ്ങനെയാണോ? അല്ല പ്രിയങ്ക അപ്പോൾ മിസ്സിംഗ് ആയിരുന്നോ? ആ അതെ. എന്നിട്ട് നിങ്ങൾ പോലീസ് പരാതിപ്പെട്ടില്ലേ? പെട്ടിരുന്നു. അവളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഞങ്ങളെല്ലാവരും. ആ ബോഡിയുടെ ഇതിൽ നിന്ന് കിട്ടിയ ബാഗ് പ്രിയയുടെയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? രാധിക പറഞ്ഞല്ലോ, അപ്പോൾ പിന്നെ സംശയിക്കേണ്ട കാര്യമില്ല. ഈ പ്രിയങ്കൻ്റെ വീട്ടുകാരൊക്കെ? പ്രിയങ്കൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും മുത്തശ്ശിയൊക്കെ ഉണ്ട്. ആറ്റുവാശ്ശേരി എന്ന വീട്ടുപേര്. അവിടുത്തെ ദേവനാരായണൻ തിരുമേനി, അതിനടുത്തുള്ള അമ്പലത്തിലെ പൂജാരിയാണ് അദ്ദേഹം. ശരി, എന്നാൽ പിന്നെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാം. അങ്ങനെ പറഞ്ഞാൽ പോലീസുകാർ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം വരുൺ വീട്ടിൽ ചെന്ന് രാധികയെ വിളിച്ചെണീപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ രാധികയാണെങ്കിൽ എണീക്കുന്നില്ല കേട്ടോ. ഈ സമയം ചന്ദ്രശേഖരനും അവിടെ എത്തുന്നുണ്ട്. ചന്ദ്രശേഖരൻ മറഞ്ഞു നിന്ന് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുവാണ്. ഈ സമയം വരുൺ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് സൂര്യയെ ഫോണിൽ വിളിക്കുവാണ്. എന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം സൂര്യയെ വിളിച്ചറിയിക്കുവാണ് കേട്ടോ വരുൺ. ഇതെല്ലാം മറഞ്ഞു നിന്ന് കേൾക്കുവാണ് ചന്ദ്രശേഖരനും. അങ്ങനെ വരുൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ഞെട്ടലോട് കൂടി നിൽക്കുന്ന സൂര്യയെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്